രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിലേക്കുള്ള അഡ്മിഷനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് ഒരെണ്ണമേ ഉള്ളൂ. ഡെറാഡൂണിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കൺട്രോളിലാണ് രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിൻ്റെ പ്രവർത്തനം. ഡെറാഡൂണിലെ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് പ്രവേശനത്തിനുള്ള യോഗ്യതാ പരീക്ഷയ്ക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ജൂൺ 1-നാണ് എക്സാം നടത്തുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. 2026 ജനുവരിയിലെ അഡ്മിഷന് വേണ്ടിയുള്ള എക്സാമാണ് ഈ ജൂൺ മാസത്തിൽ നടത്തുന്നത്. 2026 ജനുവരി 1-ന് ഏതെങ്കിലും അംഗീകൃത സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുകയോ അല്ലെങ്കിൽ 7ാം ക്ലാസ് പാസ്സായിട്ടുള്ളവരോ ആണ് ഇതിനുവേണ്ടി അപേക്ഷിക്കേണ്ടത്. വർഷത്തിൽ 2 തവണയാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത്. ഓരോ തവണയും 25 ബോയ്സ് കാൻഡിഡേറ്റിനും 5 ഗേൾസ് കാൻഡിഡേറ്റിനുമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. വർഷത്തിൽ 50 ബോയ്സ് കാൻഡിഡേറ്റിനും 10 ഗേൾസ് കാൻഡിഡേറ്റിനും അഡ്മിഷൻ ലഭിക്കുന്നുണ്ട്. കാൻഡിഡേറ്റ് 2013 ജനുവരി 2-നും 2014 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 11 വയസ്സ് മുതൽ 12.5-13 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്കാണ് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നത്. 13 വയസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ ലഭിക്കുന്ന എക്സാമൊക്കെ കഴിഞ്ഞ് അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് 13 വയസ്സ് കംപ്ലീറ്റ് ആകാൻ അല്ലെങ്കിൽ 13 വയസ്സ് തികയാൻ പാടുള്ളതല്ല. അത് വളരെയേറെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുള്ളൂ. ഒരുപാട് കഴിവുള്ള കുട്ടികൾ, നല്ല ബ്രില്യൻ്റായ കുട്ടികൾക്ക് ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഹാൾ ടിക്കറ്റിൻ്റെ എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് വരാതെ ഇരുന്നിട്ടുണ്ട്. അന്വേഷിച്ചപ്പോൾ അവർക്ക് അഡ്മിഷൻ ലഭിക്കേണ്ട സമയത്ത് 13 വയസ്സ് ക്രോസ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ലഭിക്കാതിരുന്നത്. അത് വളരെയേറെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പ്രവേശന പരീക്ഷയ്ക്കുള്ള ആപ്ലിക്കേഷൻ ഫോമും പ്രീവിയസ് 7 ഇയേഴ്സ് ക്വസ്റ്റ്യൻ ബാങ്ക് അടങ്ങിയ ബുക്ക്ലെറ്റും ഇതിൻ്റെ പ്രോസ്പെക്ടസും ഒക്കെ വരുത്തുന്നതിന് RIMCയുടെ വെബ്സൈറ്റിൽ കയറി ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യണം. 2 ആഴ്ച കഴിയുമ്പോൾ ബൈ പോസ്റ്റ് വഴിയാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. 2 ആപ്ലിക്കേഷൻ ഫോമും 2 എൻവലപ്പും ബുക്ക്ലെറ്റും ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. 2 ആപ്ലിക്കേഷൻ ഫോമിലും കാൻഡിഡേറ്റിൻ്റെ സ്വന്തം കൈപ്പടയിൽ തന്നെ പൂരിപ്പിച്ചതിന് ശേഷം ഫോട്ടോയും ഒട്ടിച്ച് സൈൻ ഇൻ ചെയ്ത് പേരൻസിൻ്റെ സൈനും കാൻഡിഡേറ്റ് പ്രസൻ്റ്ലി ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് അവിടുത്തെ ഹെഡ് മിസ്ട്രസോ ഹെഡ് മാസ്റ്ററോ പ്രിൻസിപ്പളോ സൈൻ ചെയ്തിരിക്കണം ആപ്ലിക്കേഷൻ ഫോമിലും. അതിനോടൊപ്പം തന്നെ സ്കൂളിൽ നിന്ന് ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടതുണ്ട്. അതിൽ കുട്ടി ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് അതുപോലെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്നും അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. കാൻഡിഡേറ്റ് പൂരിപ്പിച്ച 2 ആപ്ലിക്കേഷൻ ഫോമും ബോണഫൈഡ് സർട്ടിഫിക്കറ്റും ഇതിന് വേണ്ട മറ്റു ഡോക്യുമെൻസും ഇത് കൂടാതെ 2 അഡീഷണൽ ഫോട്ടോഗ്രാഫുമാണ് നമ്മൾ അതാത് സ്റ്റേറ്റിലെ പരീക്ഷാ ഭവനിലോട്ട് അയച്ചു കൊടുക്കേണ്ടത്. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം പരീക്ഷാ ഭവൻ്റെ ഓഫീസിലോട്ട് അയച്ചു കൊടുക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആപ്ലിക്കേഷൻ്റെ കൂടെ 2 എൻവലപ്പാണ് വരുന്നത്. വലിയ എൻവലപ്പിൽ 2 അഡ്രസ്സിൽ പരീക്ഷാ ഭവൻ്റെ അഡ്രസ്സ് എഴുതുക. അതിൻ്റെ ബാക്ക് സൈഡിൽ ഫ്രം അഡ്രസ്സ് എഴുതാൻ മറക്കരുത്. അതിനോടൊപ്പം വരുന്ന ചെറിയ എൻവലപ്പിൽ 42 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് അത് ഹാൾ ടിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതിൽ നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ അഡ്രസ്സാണ് എഴുതേണ്ടത്. അതും ആപ്ലിക്കേഷൻ ഫോമും എല്ലാം കൂടി വലിയ എൻവലപ്പിലിട്ട് തിരുവനന്തപുരത്തുള്ള പരീക്ഷാ ഭവൻ്റെ ഓഫീസിലോട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. മാർച്ച് 31-ന് മുമ്പെയാണ് ഈ ആപ്ലിക്കേഷൻ ഫോം അയച്ചു കൊടുക്കേണ്ടത്. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള കാൻഡിഡേറ്റ് തിരുവനന്തപുരത്തുള്ള പരീക്ഷാ ഭവൻ്റെ ഓഫീസിലോട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ അഡ്രസ്സ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ആർമി, നേവി, എയർഫോഴ്സിൽ ഓഫീസറാകാൻ കൂടിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ NDAയിലേക്കുള്ള ഒരു പ്രവേശന വഴി കൂടിയാണ് രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിലേക്കുള്ള പ്രവേശനം. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, സ്പോർട്സ് ആക്ടിവിറ്റീസ്, അതർ അച്ചീവ്മെൻറ്റിനൊക്കെ വളരെ വലിയൊരു ഊന്നലാണ് ഈ കോളേജിൽ നിന്നും ലഭിക്കുന്നത്. അതുകൂടാതെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8ാം ക്ലാസ് മുതൽ കോളേജ് ലെവലിലുള്ള ഒരു പഠിത്തമാണ് രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിൽ നിന്നും ലഭിക്കുന്നത്. എങ്ങനെയാണ് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഗൂഗിളിൽ RIMC എന്ന് ടൈപ്പ് ചെയ്തു ടോപ്പിൽ തന്നെ ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ പേയ്മെൻറ്റ് ഫോർ RIMC പ്രോസ്പെക്ടസ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോം ഫോർ RIMC എൻട്രൻസ് എക്സാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഡിമാൻഡിൻ്റെ ഫോം ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽ റെഡ് മാർക്ക് കാണുന്നത് മണ്ടേറ്ററി ആണ്. സ്റ്റുഡൻറ്റ് ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യുക. മിഡിൽ നെയിം ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്തിരിക്കുക. സ്റ്റുഡൻറ്റ് കോൺടാക്ട് നമ്പർ, പേരൻസിൻ്റെ കോൺടാക്ട് നമ്പർ ടൈപ്പ് ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ബാക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഏജ് അവിടെ കറക്റ്റ് കാണിക്കുന്നതായിരിക്കും. ആധാർ നമ്പർ സ്റ്റുഡൻറ്റിൻ്റെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ കാറ്റഗറി 2 കാറ്റഗറി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ജനറൽ ആൻഡ് SC ST ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഫാദർ നെയിം, മദർ നെയിം, ഡൊമിസിൽ സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം വരേണ്ട അഡ്രസ്സാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് അഡ്രസ്സും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ കൺട്രി സെലക്ട് ചെയ്യുക.
അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, സിറ്റി സെലക്ട് ചെയ്യുക, വില്ലേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പിൻകോഡ് ടൈപ്പ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ചെക്ക് ബാക്ക് ചെയ്തിരിക്കണം. അതിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിമാർക്സിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പേയ്മെൻറ്റ് ഓപ്ഷനാണ്. പേയ്മെൻറ്റ് ഓൺലൈൻ വഴിയാണ്, ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കുട്ടികൾ ടാലൻറ്റും എലിജിബിളുമാണെങ്കിൽ ഈ ചെറുപ്രായത്തിൽ അവർ കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഈ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻസും അയയ്ക്കുക. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. ഞാൻ എല്ലാത്തിനും റിപ്ലൈ നൽകുന്നതായിരിക്കും. അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലുള്ള മറ്റാർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടനോട് ഒന്ന് അമർത്തുക. ഞാനിടുന്ന ജോബ് പരമായിട്ടുള്ള എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.